സമരം പിൻവലിച്ചിട്ടില്ല. അതൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു. നമുക്ക് ആനുവൽ റിപ്പോർട്ട് കിട്ടി. പക്ഷേ ആനുവൽ റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ട കുറേ ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ആവശ്യം എൻ്റെ DC നടത്തി തരിക എന്നുള്ളതും ലാബ് അനുവദിക്കുക എന്നുള്ളതും ഗവേഷണം തുടരുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ കുറ്റക്കാരായിട്ടുള്ള അധ്യാപകരുണ്ട്, അവർക്കെതിരെ നടപടിയെടുക്കണം. ഡോക്ടർ അരുൺ ബാബു, ഡോക്ടർ ജെയ്നി വർഗീസ്, ഈ 2 പേർക്കുമെതിരെ SC/ST അട്രോസിറ്റി ആക്റ്റാണ് വരുന്നത്. അപ്പോൾ അത് നോൺ വെയിലബിൾ ആയിട്ടുള്ള ഒഫൻസാണ്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അതുവരെ അന്വേഷണത്തിന് സമയത്ത് സസ്പെൻഡ് ചെയ്യാനെങ്കിലും കഴിയും. അത് കഴിഞ്ഞ് ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വകുപ്പുകളാണ്. അതൊന്നും ചെയ്യാത്തിടത്തോളം നമ്മൾ സമരം നിർത്താൻ പറ്റില്ല. അപ്പോൾ നിലവിൽ അവർ പറഞ്ഞു ഡോക്ടർ അരുൺ ബാബു ഒളിവിലാണെന്നൊക്കെ പല വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയൊന്നും അല്ല. FIR ഇട്ടിട്ട് പോലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പല ഫോട്ടോസ് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. നമ്മൾ യൂണിവേഴ്സിറ്റി ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു ജുഡീഷ്യൽ എൻക്വയറിക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ പക്ഷത്തു നിന്ന് പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. 1 വർഷമായിട്ട് അവർ നുണ തന്നെയാണ് പറയുന്നത്. ഡോക്ടർ ഭരതൻ ചാനലിലൊക്കെ വന്നിട്ട് അടിസ്ഥാനരഹിതമായ ഒരുപാട് നുണകൾ പറഞ്ഞ് തെളിവടക്കം തന്ന് അത് പൊളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി യൂണിവേഴ്സിറ്റി പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. ഗവൺമെൻറ് പറഞ്ഞാലേ വിശ്വസിക്കൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. അപ്പോൾ ഇന്ന് സമരപ്പന്തലിൽ ഒരുപാട് സ്ത്രീകൾ വന്നിട്ട് വിമൻ ജസ്റ്റിസിൻ്റെ സ്ത്രീകൾ വന്ന് അവർ ഉപവാസം ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു നിരാഹാര സമരത്തിലേക്ക് അടക്കം പോകാനുള്ള പ്ലാനിങ്ങിലാണ്. കൂടുതൽ ശക്തമായ രീതിയിൽ നമ്മൾ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഓണത്തിന് സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. സമരം നമ്മുടെ ആവശ്യം നടത്തി കിട്ടുന്നവരെ മരണം വരെ സമരം. അതേ പറയാൻ പറ്റൂ. ഇതെൻ്റെ മാത്രം ആവശ്യമല്ല. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ചിലപ്പോൾ എൻ്റെ ആവശ്യമായിട്ട് തോന്നും. എന്നെ സപ്പോർട്ട് ചെയ്യാതെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ഇതൊരു വ്യക്തിപരമായ കാര്യമല്ല. ഈ നാട്ടിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. കുറേ കാലങ്ങളായി ദളിത്, ആദിവാസി, പിന്നോക്ക വിഭാഗം ആളുകളെ പതുക്കെ ഈ സിസ്റ്റത്തിൽ നിന്ന് എറിയുന്ന ഒരു രീതി കൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മൈക്രോ അഗ്രഷൻസ് ഉണ്ട്, നേരിട്ട് അവർ ഉപദ്രവിക്കുന്നതുണ്ട്. നമ്മളൊക്കെ വാർത്തകൾ കേട്ട് മാത്രം പരിചയമുള്ളതെന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ കേരളത്തിനകത്ത് ഇവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാധനം വരാതിരിക്കുന്നെങ്കിൽ നമ്മൾ സമരം ചെയ്ത് പിടിച്ചു വാങ്ങിക്കണം. സമരം ചെയ്ത് വാങ്ങിയതാണ് ഇന്ന് നമുക്കുള്ള അവകാശങ്ങൾ എല്ലാം. ആരുടെയെങ്കിലും ചോര വീഴ്ത്തി തന്നെ നമുക്ക് കിട്ടിയ കാര്യങ്ങളാണ്. വെറുതെ ഇരുന്നിട്ട് കിട്ടുന്നതല്ല, നമ്മൾ പ്രതികരിക്കണം. അപ്പോൾ സമരം നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരാതെ സമരം നിർത്തിപ്പോവില്ല. നടത്തി തരണം. എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി. സർക്കാർ അനുകൂല നിലപാട് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജുഡീഷ്യൽ എൻക്വയറിയുടെ കാര്യം യൂണിവേഴ്സിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. സർക്കാരിൻ്റെ പക്ഷത്തുനിന്ന് ഒരു ഉറപ്പ് വരണം. ഏത് രീതിയിലുള്ള ഒരു അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യത്തിനും എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അത് ആര് ചോദിച്ചാലും എവിടെ വേണമെങ്കിലും തരാൻ പറ്റും. അത്രയധികം തെളിവുകളുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ പക്ഷത്തുനിന്ന് നിലവിലൊരു ഇടപെടലുണ്ടായത് റോജി എം ജോൺ മിനിസ്റ്റർ നമ്മൾ വീഡിയോ കോൾ ചെയ്തിരുന്നു. പക്ഷെ വേറെ നമുക്ക് എടുത്തു പറയാൻ പാകത്തിന് ഇതുവരെ നടപടികളൊന്നും ഉണ്ടായില്ല. യൂണിവേഴ്സിറ്റിയുടെ പക്ഷത്തുനിന്ന് ആനുവൽ റിപ്പോർട്ട് കിട്ടി. അതല്ലാതെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നും നടത്തി തന്നിട്ടില്ല.